ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. വീട്ടിലുണ്ടായ കൊപ്പക്കായ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ കൊപ്പ മരത്തുമെന്ന് ഒരു കൊപ്പക്കായ താഴെ തന്നെ ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലെ ചോറും കുരുവൊക്കെ എല്ലാം കളഞ്ഞ് വൃത്തിയായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, സാധാരണ ഒറ്റമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 കറിവേപ്പില, വേവാൻ ആവശ്യമായ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം അടുപ്പ് തുറന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. അപ്പോഴേക്കും കറിയൊക്കെ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വേവാനായിട്ട് കുറച്ച് നേരം കൂടി വീണ്ടും അടുപ്പത്ത് വെച്ചു. കൊപ്പക്കായല്ലേ, കുറച്ച് ഇത്തിരി വേവുണ്ട്. വീണ്ടും അടുപ്പത്ത് വെച്ച് വീണ്ടും അടുപ്പ് തുറന്നു. അപ്പോൾ അതാ കൊപ്പക്കായ കഷ്ണങ്ങളൊക്കെ വെന്തു കേട്ടോ. വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തു. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ, 4 ടേബിൾ സ്പൂൺ തേങ്ങ, ജീരകം, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും കഷ്ണത്തുമിൾക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. തേങ്ങയും കഷ്ണമെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. തേങ്ങ കഴുകി അരച്ച് വെച്ച പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. സാധാരണ മോര് കറി വയ്ക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ് കേട്ടോ ഈ കറിയും വെച്ചത്. അപ്പോൾ അതിനുശേഷം കുറച്ച് മോരുണ്ടായിരുന്നു, മോരും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. മോര് വെച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മോരും കൂടി ഒഴിച്ച് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചത്. ഞാൻ ഉലുവ വറുത്തിടാറില്ല, മോര് കറിയിലേക്കൊക്കെ ഉലുവ വറുത്ത് പൊടിച്ചാണ് ചേർക്കാറ്. ഒരു നുള്ള് ഉലുവ വറുത്തും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കടുകും മുളകും കരിവേപ്പിലയൊക്കെ വറുത്തിട്ടു കേട്ടോ. പെട്ടെന്ന് പണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കൊപ്പക്കായല്ലേ, വേഗം കൊപ്പക്കായ പൊട്ടിച്ച് കൊണ്ടുവന്നു, വേഗം പെട്ടെന്നൊരു കറിയായി. അപ്പം നിങ്ങളിങ്ങനെ കൊപ്പക്കായ കൊണ്ടൊക്കെ കറി ഉണ്ടാക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സാധാരണ പണ്ട് മുതലേ നമ്മൾ വീട്ടിൽ ഇങ്ങനെ കൊപ്പക്കായ മോരൊക്കെ ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കൂട്ട് കഷ്ണമായിട്ട് ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ ചേമ്പ് അതൊക്കെ ചേർക്കാം കേട്ടോ, ഇതിനൊരു കൂട്ട് കഷ്ണമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല, വെറുതെ കൊപ്പക്കായ മാത്രമാണ് വെച്ചത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഊണ് കഴിക്കാൻ വളരെ രുചികരമായ ഒരു കറി തന്നെയാണ് ഈ കൊപ്പക്കായ കറി. ഒരു ചിലവില്ലാത്തതല്ലേ, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ, പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കറിക്ക് കൂടെ കഴിക്കാനായിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് ഒരു തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും വീട്ടിലുണ്ടായത് തന്നെയാണ്. നേന്ത്രവാഴയുടെ കുടപ്പൻ കൊണ്ടുള്ള തോരനാണ് കേട്ടോ. 1-2 പേര് എന്നോട് ചോദിച്ചു, നേന്ത്രവാഴയുടെ കുടപ്പൻ്റെ തോരൻ കക്കില്ലേന്ന്. കക്കില്ല കേട്ടോ. ഞാൻ സാധാരണ നേന്ത്രവാഴയുടെ കുടപ്പൻ കൊണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്, കയ്ക്കാറില്ല. 1-2 പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേന്ത്രവാഴയുടെ കുടപ്പൻ്റെ തോരൻ കക്കില്ലേന്ന്. എനിക്കങ്ങനെ കയ്പ്പൊന്നും തോന്നാറില്ല, നല്ല തന്നെയാണ്. ഞാൻ സാധാരണ നേന്ത്രക്കായയുടെ കുടപ്പൻ കൊണ്ടാണ് തോരൻ ഉണ്ടാക്കാറ്. അപ്പോൾ നേന്ത്രക്കായയുടെ കുടപ്പൻ ഒടിച്ച് കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി ചെറിയ ചെറിയ ചെറുതായി തോരനരിയുന്നത് മാതിരി അരിഞ്ഞ് നല്ലപോലെ കഴുകി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് മുളകും കരിവേപ്പിലയൊക്കെ പൊട്ടിച്ച് ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് കുറച്ച് തേങ്ങ ചതകിയതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും നല്ല കറി തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് നല്ല രുചികരമായി ഊണ് കഴിക്കാൻ പറ്റിയ 2 തരം കറി നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 2 കറി എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് അല്ലേ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 2 കറിയും റെഡിയായി, പെട്ടെന്ന് കഴിഞ്ഞു. അതും നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ 2 തരം കറിയും വളരെ ടേസ്റ്റി നല്ല ഹെൽത്തിയായ 2 തരം കറിയും പെട്ടെന്ന് റെഡിയായി. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.